ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും, കടുക്, ഉലുവ, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ വിനാഗിരി, വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. എടുത്ത് വെക്കാനുള്ളതാണെങ്കിൽ എന്തായാലും എണ്ണയിൽ തന്നെ ഇടണം, നല്ല എണ്ണയിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഗ്യാസ് ഓണാക്കി ചട്ടി ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് ഉലുവയും ഒരു 2 ടീസ്പൂണ് ഉലുവയും പിന്നെ കടുകും കൂടി ഒന്ന് വറുത്ത് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് ഓക്കെ, ഇത്ര മതി. ഞാൻ വറുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇത്ര മതി. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തോനെ വെളിച്ചെണ്ണ ഒഴിക്കണേ. ഇത്ര മതിയാവും. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ആവശ്യത്തിന് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങിയാൽ പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിവേപ്പില കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒന്നും കൂടെ ചേർക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിട്ടത്. ഞാൻ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചും മൊത്തത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറത്തിൽ വരുന്നത് വരെ നമുക്ക് വഴറ്റാം. ഒരാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇതാകട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കട്ടെ. അത്ര മതി. മാങ്ങൻ്റെ നീരും കൂടി ഉണ്ടാകുമ്പോൾ
ആവശ്യത്തിന്. ഇനി അതൊന്ന് ഗ്യാസ് ഓണാക്കട്ടെ. ജസ്റ്റ് ഒന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് തിളവട്ടെ. ഇതിൽ ഉപ്പിട്ടിട്ടില്ല. മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്തിട്ട് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് ഞാൻ അതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിതൊരു 4-5 മാസം മുന്നേ ഉപ്പിട്ട് വെച്ചതാണ്. അതുകൊണ്ട് നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ മാങ്ങച്ചാർ സൂപ്പറായിട്ടുണ്ട്. ഉപ്പുമൊക്കെ കറക്റ്റാണ്. പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും.